ശരിക്കും എവിടുന്നാ വരുന്നത്? റാന്നിയോ? റാന്നിന്ന്. സാറിൻ്റെ പേരെങ്ങനെയായിരുന്നു? ജിനു. ശരിക്കും ഇത് പാട്ട് കേൾക്കാനാണോ ടി വിയെ കണക്ട് ചെയ്യാനോ എന്നാ ഉദ്ദേശത്തിലാണോ? ടി വിയെ കണക്ട് ചെയ്ത് പാട്ട് കേൾക്കാം. പാട്ട് പാടുവോ? മോള് പാടും. മോക്കുള്ള ഗിഫ്റ്റാ. അതെ അതെ അതെ. മോളെ ഏത് ക്ലാസ്സിലാ? 6th 5. സ്കൂളിലൊക്കെ മത്സരത്തിനും ഒക്കെ നല്ല പാട്ടുകാരിയാ. ഇതെടുക്കണമെന്ന് ഞാൻ ഓർത്തതാണ്. നന്നായി പാട്ട് പാടാൻ നല്ലതാ. മൈക്ക് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടല്ലോ മൈക്ക്. അത് കണ്ടായിരുന്നു. ഒരു മോഡലേ വന്നിട്ടുള്ളൂ. ആദ്യമായിട്ട് വരുമത്. വേണ്ട, ഞാൻ അയച്ചോളാം. മിനിക്കുട്ടി ആരെ അഴിക്കരുതെന്ന് കരുതി കെട്ടി വെച്ചതാ. അതൊന്നും കുഴപ്പമില്ല. ഇത് ചെക്ക് ചെയ്തിട്ട് വേണം കയറ്റാൻ. അങ്ങോട്ട് മാറ്റി വെച്ചു. അത് പൊട്ടിച്ചോ. ഇത് പൊട്ടിച്ച് സെറ്റ് ചെയ്യും. വാറണ്ടി കാർഡ്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 കൺട്രോൾസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് മൈക്ക് കൺട്രോള്, മൈക്കിൻ്റെ വോളിയം. രണ്ടാമത് മൈക്കിൻ്റെ എക്കോ ഡിലേ കൺട്രോള്. പിന്നെ മൂന്നാമത്തേത് സബ്വൂഫറിൻ്റെ വോളിയവും സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അതായത് ഫ്രീക്വൻസി ഫുള്ള് കട്ട് ചെയ്തിടുവാണെങ്കിൽ സബ്വൂഫറെ ബാസ് മാത്രമേ വരത്തുള്ളൂ. ഇച്ചിരി വോക്കലും കൂടെ കയറണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി കൂട്ടിയാൽ ഒരു സ്വല്പം, അപ്പോൾ ഇച്ചിരി വോക്കൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ണ് ശരിയായില്ല കേട്ടോ, അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചതാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അല്ലാതെ തന്നെ ഒന്നും കാണത്തില്ലെന്നായി. ഇപ്പോൾ ഇതും കൂടെ വെച്ചപ്പോൾ ഒട്ടും കാണത്തില്ല. സബ്വൂഫറിൻ്റെ ഫ്രീക്വൻസി കൂട്ടുന്നതാണ്. സബ്വൂഫറിൻ്റെ അകത്തൂടെ സ്വല്പം പാട്ടുകൂടെ വരും. അത് ഏറ്റവും കട്ട് ചെയ്തിട്ടാൽ മുഴക്കം മാത്രം വരുള്ളൂ. പിന്നെ ഉള്ളത് മെയിൻ വോളിയം, ലെഫ്റ്റ് റൈറ്റ് വോളിയം, 2 ചാനലിൻ്റെ വോളിയം, പിന്നെ ട്രിബിളും ബാസും. അത്ര ഇവിടെ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ അനുസരിച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് 2.1 ചാനലാണ്. ഇത് ബാസ് ട്രിബിൾ റെഗുലേറ്റർ ഉണ്ട്. 50 വാട്ട്സ് × 2, 100 വാട്ട്സ് × 1. ഇതിൻ്റെ ഇത് കൊടുക്കുന്നത് ഇവിടെയാണ്. പിന്നെ ഇവിടെ നമുക്ക് ഓക്സിജന് കൊടുക്കാം. കൂടാതെ പെൻഡ്രൈവ് കണക്ട് ചെയ്യാം. പിന്നെ 2 മൈക്ക് കണക്ട് ചെയ്യാം. 2 മൈക്ക് നേരിട്ട് കണക്ട് ചെയ്യാം. ഇത് 24 വോൾട്ട് 10 ആമ്പിയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് ഇവർ എഴുതിയിരിക്കുന്നത് DC 22 to 24 എന്നാണ്. DC 12 to 24 ചെയ്തിട്ടുണ്ട്. നമ്മൾ 24 തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 2 സോണിയുടെ സ്പീക്കറാണ് കൊടുക്കുന്നത്. ഊഫർ കസ്റ്റമറുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്പീക്കറിന് ഫുൾ സെറ്റായിട്ട് വരുന്ന 6.9 എന്ന് പറഞ്ഞ സ്പീക്കറാണിത്. ഇതിന് വരുന്നത് 4,990 ഇതിൻ്റെ വില. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം സെറ്റാണ്. അതിപ്പോൾ നമ്മളൊരു ബോക്സിലേക്ക് സെറ്റ് ചെയ്യുവാണ്. സെറ്റ് ചെയ്ത് കൊടുത്ത് ചെക്ക് ചെയ്യാൻ പോവാണ്. സ്പീക്കർ വയർ കണക്ട് ചെയ്യുകയാണ് ബോക്സുമായിട്ട്. അതിന് വയർ അതിൻ്റെ കൂടെ തന്നെ, സ്പീക്കറിൻ്റെ കൂടെ തന്നെ വയറും ഉണ്ട്, അതിൻ്റെ പിന്നും ഉണ്ട്. അതെല്ലാം കമ്പനി തന്നെ സെറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നതാണ്. നമ്മളൊന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ പിൻ ചെയ്തുകൊണ്ടാൽ മതി. പോസിറ്റീവിന് വലിയ പിന്നും നെഗറ്റീവിന് ചെറിയ പിന്നുമാണ്. അതുകൊണ്ട് അതും മാറിപ്പോകത്തില്ല. പിന്നെ നമ്മൾ ഗ്ലൂ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ, വയറിട്ട ഭാഗത്തോടെ ഒരു തൊള്ളി കയറ് പോലും അതിലെ പോകണ്ട. അത് പിന്നെ വയറ് വലിച്ച് പറിക്കണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ നമ്മൾ ഗ്ലൂ ഇട്ട വയറ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അകലെയുള്ളവർക്ക് സ്പീക്കറും വൂഫറും മേടിച്ചതിന് ശേഷം അത് കൊറിയർ അയച്ചു തരാം. അത് ഹലോ, പറഞ്ഞോ.
ഏതിൻ്റെയാ? ഹൈസെൻസ്. ഹൈസെൻസ് ഒക്കെ 55 ഇഞ്ച് മാറുന്ന നഷ്ടമാണ്. നമുക്ക് എൽ ജിയുടെ ഡിസ്പ്ലേ എങ്കിലും വെക്കണം, എന്നാലേ നിൽക്കത്തുള്ളൂ. എൽ ജിയുടെ ഡിസ്പ്ലേ 55 ഇഞ്ച് 4K ആണെങ്കിൽ വരുമ്പോൾ 24 ടി വി കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ടി വി മേടിക്കുമല്ലോ ലാഭം. അപ്പം സാർ എന്നാ വിലയ്ക്ക് അത് വാങ്ങിയേ? അത് ഹൈസെൻസിൻ്റെ ഒന്ന് അടിച്ചു നോക്ക്, 55 ഇഞ്ചിൻ്റെ ഇപ്പോഴത്തെ ഒരു റേറ്റ് നോക്കിയിട്ട്. സാർ അത് നല്ല റേറ്റ് ഉണ്ടെങ്കിൽ മാത്രം മാറിയാൽ മതി. ഒരു പകുതി മനസ്സിലായില്ലേ? ഇപ്പം സോണിയുടെ ഒരു 55 ഇഞ്ച് നമുക്ക് നല്ല ടി വി കിട്ടണമെങ്കിൽ ഇത് കാഞ്ഞിരപ്പള്ളി. നമുക്ക് സബ്വൂഫർ ഇല്ലേലും ഈ സോണിയുടെ ഓവൽ സ്പീക്കർ 2 കൊണ്ട് നല്ല പെർഫോമൻസ്, അടിപൊളിയായിരിക്കും, കേൾക്കാൻ തന്നെ. 3 വേ ആണിത്, 3 വേ. അതായത് മിഡ് റേഞ്ച് ട്യൂട്ടറും ഊഫറും കൂടെ ഉണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള സാധനം. നമുക്ക് ഇത് ഫിക്സ് ചെയ്തിട്ടൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ സബ്വൂഫറും മേടിക്കണം, ഇതും മേടിക്കണം, എല്ലാം കൂടി മേടിക്കണമല്ലോ എന്ന് ഓർക്കുന്നവർ ഇത് തന്നെയായാലും നല്ല പെർഫോമൻസാണ്. ചരിച്ച് വെച്ചാലും മറ്റേ വരുന്ന പോലെ തന്നെ ഫ്രണ്ടിലത്തെ വയറ് കുത്തിയോ നീ? വയറ് കുത്താതെ ഇരിക്കരുത്. ഹലോ, ശനിയാഴ്ച പോരെ, രാവിലെ വരണേ. വരുമ്പോൾ ഒരു 10 കുഴപ്പമില്ല, ഒരു 12 മണിക്കുള്ളിൽ വന്നാൽ മതി. എവിടെയാ സ്ഥലം? എവിടെയാ? സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ മതി. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി സോണി ഓതറൈസ് ഷോറൂം ഓപ്പോസിറ്റ് മിനി സിവിൽ സ്റ്റേഷൻ എന്ന് വരും. കാഞ്ഞിരപ്പള്ളി സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് അടിച്ച് ആദ്യമേ നോക്കിയൊക്കെ വെച്ചു. ആയിക്കോട്ടെ, ശനിയാഴ്ച പോലെ. സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ലൊക്കേഷൻ കിട്ടും. അത് ഞങ്ങൾ തന്നെയാണോ കിട്ടിയതെന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് പോരുക. ഓക്കെ, ഇടയ്ക്ക് വിളിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, കിട്ടിയില്ലാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, വരാൻ വേണ്ട ഞാൻ ഈ അഡ്രസ്സ് തന്നതേ. ഓക്കെ, ശരി. സ്ഥലം കരുനാഗപ്പള്ളി ആയി പോയല്ലേ, കാഞ്ഞിരപ്പള്ളി തന്നെ ആയിരിക്കണം. ഓക്കെ, ഓക്കെ. അതെ, പണ്ട് കാലത്ത് കാഞ്ഞിരപ്പള്ളിക്ക് പേരായിരുന്നാലും ഇപ്പം കരുനാഗപ്പള്ളിക്കാണ് കുറച്ചുകൂടെ പേര്. അത്ര ഉണ്ടല്ലേ? ഓക്കെ. സാറിന് കൊറിയർ വരുന്നതൊക്കെ ചിലപ്പോൾ ഈ രണ്ടിൻ്റെ കോഡ് എന്നാ KPLY എന്ന് അടിക്കും, എന്നിട്ട് കരുനാഗപ്പള്ളിക്ക് പോകും കൊറിയർ വരുന്നത്. കൊണ്ടുവരാം, പറ്റുന്നതാണ് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ. ഹലോ, അതെ. ഞാനിപ്പോഴൊരു വർക്കായിട്ട് ഞാനിപ്പോൾ 1 മാസത്തോടെ കഴിഞ്ഞേ എടുക്കാൻ തുടങ്ങുന്നുള്ളൂ. ഇപ്പം നിലവിൽ എനിക്ക് ഒത്തിരി പിന്നെ കൊണ്ടുവന്നാൽ മതി. ഒരു മാസം കഴിഞ്ഞ് തന്നെ വിളിച്ചാൽ മതി. ഓക്കെ, ശരി. ഓക്കെ, ഏതാണെങ്കിലും കുഴപ്പമില്ല, നോക്കാം.
ആ ഇതേ കേട്ടോ കണക്ട് ചെയ്തു. നമ്മുടെ കട സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലാണ്. ഒത്തിരി പേര് കട എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നു. 9447208809 തന്നെയാണ് നമ്മുടെ നമ്പർ. സാധനങ്ങൾ ആവശ്യമുള്ളവർ നേരിട്ട് വിളിച്ചേച്ച് വരിക. രാവിലെ തന്നെ കഴിവതും വരിക. സോണിയുടെ ഒറിജിനൽ സബ്വൂഫറും സ്പീക്കറും എല്ലാം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കടയെന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് KR ബേക്കറിക്കടുത്ത്, തറവാട് ഹോട്ടലിനടുത്ത്, ബസ് സ്റ്റാൻഡിനടുത്ത് ഉള്ള സ്ഥലമാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ഗൂഗിളിൽ സോണി ഇലക്ട്രോണിക്സ് കാഞ്ഞിരപ്പള്ളി എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. 3 എണ്ണമാണുള്ളത്. ലെഫ്റ്റ് റൈറ്റ് സബ്വൂഫർ, ലെഫ്റ്റ് റൈറ്റ് സബ്വൂഫർ. അതിപ്പോൾ നമ്മൾ ലെഫ്റ്റും റൈറ്റും കൊടുക്കുന്നുള്ളൂ. സബ്വൂഫർ ഇപ്പോൾ തൽക്കാലം നമ്മൾ കൊടുക്കുന്നില്ല. കൊടുത്തോളൂ. ആർക്കെങ്കിലും സോണിയുടെ ഒറിജിനൽ ഗൂഗിൾ TV ആവശ്യമുണ്ടെങ്കിൽ, ഹോം തിയേറ്ററുകൾ ആവശ്യമുണ്ടെങ്കിൽ, സോണിയുടെ ക്യാമറകൾ ആവശ്യമുണ്ടെങ്കിൽ, എന്ത് സാധനങ്ങളും സോണി പ്രോഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മളിവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും എത്തിച്ചു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. GST ഇപ്പം നമുക്ക് കുറഞ്ഞതുകൊണ്ട് 28% നിന്ന് 18% ആയതുകൊണ്ട് ലാർജ് സ്ക്രീനുകൾ സോണി TVക്ക് വളരെ വില കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങാൻ പറ്റിയ കറക്റ്റ് ടൈമാണ്. ഉടനെ തന്നെ വിളിച്ചു. ഇതിലെ കറുത്ത വരയുള്ളത് നെഗറ്റീവും വരയൊന്നും ഇല്ലാത്തത് പോസിറ്റീവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വെള്ളയ്ക്കാണെങ്കിൽ വെള്ളയായിട്ടിരിക്കുന്നത് പോസിറ്റീവും ഈ കറുത്ത വരയുള്ളത് നെഗറ്റീവും. ഈ ഗ്രേ ആണ് ഗ്രേക്ക് പോസിറ്റീവും കറുത്ത വരയുള്ള ഗ്രേക്ക് നെഗറ്റീവും. അങ്ങനെ നമ്മൾ 2 ചാനൽ ഇപ്പോൾ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യിക്കാം. തിരിച്ചു കാണിച്ചവന് വര കാണത്തില്ല. വര അതിലുണ്ട്. അപ്പം ഇതൊരു ബ്ലൂടൂത്തുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആയി. ഒരു മൈക്ക് എടുക്കണം. മൈക്ക് ഈ കരാക്കെ ഉള്ള മൈക്രോഫോൺ വെക്കാവുന്ന ആംപ്ലിഫയർ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയതാണ്. നേരത്തെ നമുക്കില്ലായിരുന്നു. 2 മൈക്രോഫോൺ കൊടുത്ത് കരാക്കെ പാടാവുന്ന എക്കോയും ഡിലേ എല്ലാം ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സാധനമാണ്. അതിൻ്റെ പെർഫോമൻസാണ് നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ പാട്ടൊക്കെ പാടുന്ന പിള്ളേരൊക്കെ ഉള്ളവർക്ക് നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം അയച്ചു തരുന്നതായിരിക്കും. ഹലോ ഹലോ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫുള്ള് കട്ട് ചെയ്താലും നമുക്ക് മൈക്കിൻ്റെ ഓഡിയത്തിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓഡിയച്ചിൽ ഹലോ ഹലോ. ഇതിപ്പോൾ നമ്മൾ എക്കോ ഉള്ളത്. ഇതിപ്പോൾ ഡിലേ ഇല്ലാതെ ഇത് ഫുള്ള് കട്ട് ചെയ്താൽ ഇത് ഡിലേ ഇല്ലാതെ മൈക്കിൻ്റെ ഓഡിയം വന്നു. പിന്നെ സബ്വൂഫർ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് ഓഡിയോ നമുക്ക് പ്ലേ ചെയ്യാം. ഇപ്പൊ കരാക്കെ പാടുന്നവർ അവരുടെ കരാക്കെ ഇട്ടിരിക്കുന്ന ഓഡിയോ ഇഷ്ടം പോലെ ഇത് സെറ്റ് ചെയ്യാം. അതിന്റെ ബാസ് സെറ്റ് ചെയ്യാം, ട്രിപ്പിൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മൈക്ക് ഇത് വളരെ വില കുറഞ്ഞൊരു മൈക്കാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുവരെ നല്ല റിസപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ സബ്വൂഫർ കൊടുക്കുന്നുണ്ട്. ഇത് വേറൊരു ലെവലാവും. സബ്വൂഫറും കൂടെ കൊടുത്ത് കേൾപ്പിക്കാം. കണക്ട് ചെയ്ത് കിടക്കുക. സബ്വൂഫറൂടെ കൊടുത്തു. ഓഫ് ചെയ്തു. സബ്വൂഫർ ഇങ്ങനെ അറ്റത്ത് എസ് എന്ന് എഴുതിയിരിക്കുന്നതാണ് സബ്വൂഫർ. എസ് കാണിച്ചു കൊടുത്തത്. സബ്വൂഫറിന് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റേ ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ എന്ന് എഴുതിയിട്ടുണ്ട്.
നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂട്ടിമുട്ടാതെ സപ്ലൈ ഓഫ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കൂട്ടിമുട്ടാതെ വയറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്ടിങ് ആയിട്ടില്ലെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഉപയോഗിക്കുക. Making this work, and I wonder where you are. ആ അത് ഇത്ര ഇടയല്ലേ ഉള്ളൂ. ഇത് അതിനകത്ത് വെച്ചിരിക്കുന്ന പവർ സപ്ലൈ. 200 വാട്ട്സ് കിട്ടുന്ന 24 വോൾട്ട് നല്ല ഹെവി പവർ സപ്ലൈ ഉണ്ടോ. ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ തന്നെ ഡബിൾ കപ്പാസിറ്ററാണ്, ഔട്ട്പുട്ടിൽ 3 കപ്പാസിറ്ററാണ്. ഇങ്ങനെയുള്ളത് കൊടുത്താലേ ആ പെർഫോം കിട്ടുകയുള്ളൂ. അത് കുഞ്ഞ് പവർ സപ്ലൈ കൊടുത്താൽ ഇത് വർക്കാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് ഒരിടത്ത് കിട്ടാനും ഇല്ല, ഒരു പാർട്ടി മാത്രമേ ഇറക്കുന്നുള്ളൂ. നല്ല ഐറ്റം അത്. ഇതിപ്പോൾ 50 എണ്ണം ചോദിച്ചാൽ ഈ 15 എണ്ണം തരാമെന്ന് പറയുന്ന കാലമാണ്. അതുകൊണ്ട് ഇത്ര പൊക്കം വന്നതേ പെട്ടിക്ക്. ഫുൾ കവേർഡ് മെറ്റലാണ്, ഹീറ്റേ ആവത്തില്ല. 2 ട്രാൻസിസ്റ്റർ ഉള്ള 2 ട്രാൻസിസ്റ്റർ നേരെ ഹീറ്റ് സിങ്കിലോട്ട് കവർ ചെയ്തുള്ള ഹീറ്റ് സിങ്കാണ്. പിന്നെ ഇത് സേഫാണ്, അതിനകത്ത് ഇരുന്നോളൂ. ഒന്നുമില്ല, ചൂടാകത്തില്ല. മറ്റേ AS21 2 ഫാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂടൊന്നും ആകുന്നൊന്നുമില്ല. ഒരു ഷോ ഉണ്ട്, ആ കറങ്ങുന്ന കളരി കൂടെ പൊക്കോളും. നമ്മളെപ്പോഴും മുൻകരുതലോടുകൂടിയേ ഞാൻ എല്ലാ കാര്യം ചെയ്യുള്ളൂ. പിന്നെ തീ പിടിക്കാത്ത പെട്ടിയാണ്. ആ പെട്ടി മറ്റേ ഈ വയറിങ്ങിന് ഹീറ്റ് ഉരുകയല്ലാത്ത പെട്ടിയായത്. പിന്നെ ഇത് ഷോക്ക് വരാത്ത തേപ്പൂട്ടിക്ക് ഉപയോഗിക്കുന്ന വയറും. സാധാരണ 80 രൂപയുടെ വയർ ഇട്ടാലും എർത്തുള്ള വയറാണ്. അങ്ങനെ എല്ലാ കാര്യവും നോക്കിയാൽ ഞാൻ ചെയ്യാം. നമ്മളൊരു സാധനം ചെയ്തിട്ട് ഒരു പ്രശ്നം വരരുത്. ഇനിയിപ്പോൾ സാറിന് ഇതിപ്പോൾ നീട്ടി വേറെ ഇത് പെട്ടി വേറെ വെക്കണമെങ്കിൽ ഇതങ്ങോട്ട് ഊരിയിട്ട് ഈ വയർ അഴിച്ച് നീട്ടിയാൽ മതി, വേറെ പ്രശ്നമുണ്ട്. ചിലരങ്ങനെ വെക്കുന്നുണ്ട്, പവർ സപ്ലൈ വേറെ കൊണ്ട് വെച്ചിട്ട്. അപ്പം ഇടുന്ന വയർ ഇച്ചിരി ഗേജുള്ള വയർ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ആംബിയർ ഉള്ളതുണ്ട്, 10 ആംബിയർ ഉള്ളതുണ്ട്. ആ ഓക്കെ. സ്പീക്കറിനകത്ത് സംഭവം എന്തെല്ലാം സാധനമാണ് ഇതിൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചേക്കുന്നത് നോക്കിക്ക്. സോണിയുടെ സ്പീക്കറാണ്. അത് വരണം, അത് ഉരിഞ്ഞെടുത്ത എളുപ്പമുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ എയർ ഹോളൊക്കെ തിന്നിരിക്കുക. എയർ ഹോൾ 2 തിന്ന് തീർക്കാറാക്കി പൊതച്ച്. സ്പീക്കറിന് ഓളി ഇച്ചിരി കുറവാണെന്ന കസ്റ്റമർ പറയും. പ്ലാസ്റ്റിക് തിന്ന് എലി എത്തിയിട്ടുണ്ട് ഉറപ്പാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും കുഴിച്ച് ഇങ്ങനെ തിന്നു. അതും തിന്നു. ഇതിനകത്തോടെ ആയിരിക്കും എലി കയറിയതല്ലേ, ഈ ഹോളിനകത്തോടെ. ഇതും കൂടെ കഴിക്കാം, ചെറുതും കൂടി കഴിച്ചു, ഇതും കൂടെ കഴിച്ചു.
വെച്ചിരുത്തോ. ലോക്ക് കുത്തണം. ഇത് സ്ക്രൂ ഡ്രൈവർ. ഇതാണ് ട്യൂട്ടർ. ഇതിവിടെ ഈ പുട്ട് അത് ഞെക്കി പിടിച്ചുകൊണ്ട് വലിക്കണം. ഇതില്ലേ വീഡിയോ മതി. മൈക്കിൻ്റെ മിക്സറാണിത്. മൈക്കിൻ്റെ മിക്സർ അടിപൊളിയല്ലേ? താങ്ക് യു. ഇത് സോണിയുടെ ഒരു ടവർ സ്പീക്കറാണ്. ടവർ സ്പീക്കർ എന്ന് പറയത്തില്ല, ഒരു പാർട്ടി ബോക്സ് എന്ന് പറയുന്ന ആദ്യകാലത്ത് ഇറങ്ങിയ ഒരു സെറ്റാണ്. ഇത് ഉപേക്ഷിച്ച സാധനമായിരുന്നു. ഇതിൻ്റെ പാർട്സ് ഒന്നും ഇപ്പോൾ കിട്ടാനില്ലാത്തതുകൊണ്ട് കസ്റ്റമർ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സംസാരിച്ച് എസ്റ്റേറ്റ് 200 ആണ് ഇതിനകത്തും കയറ്റിയിരിക്കുന്നത്. മൈക്കെല്ലാം പുള്ളിക്ക് ആവശ്യമുള്ളതുകൊണ്ട്, പിള്ളേരൊക്കെ പാട്ട് പാടുന്നുള്ളതുകൊണ്ട് എസ്റ്റേറ്റ് 200 കയറ്റിയ ഒരു ടവർ സ്പീക്കറാണ്. അതിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം.